Opening hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഓപ്പണിംഗ് അവേഴ്സ് മൈഫിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. നമ്മുടെ ബഡ്ജറ്റ് എന്തായാലും ഈ വരുന്ന ഫെബ്രുവരി 1 ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ്. ആ ഒരു ദിവസം മാർക്കറ്റിനെ സംബന്ധിച്ചും തുറന്നു പ്രവർത്തിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതിന് മുമ്പുള്ളൊരു അവസാനത്തെ ഒരു ട്രേഡിംഗ് ഡേ ആണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. ഏതായാലും മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നമ്മൾ കണ്ടതാണ്. പോസിറ്റീവായിട്ടായിരുന്നു മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. എന്നാൽ ഇന്ന് മാർക്കറ്റിലോട്ട് വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ളൊരു സ്റ്റാർട്ടാണ് മാർക്കറ്റ് എടുത്തിരിക്കുന്നത്. നിലവിൽ 25,253 എന്നൊരു നിലയിൽ 164 പോയിന്റ് ഇടിവാണ് ഇന്ന് നിഫ്റ്റി 50 കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും 0.5% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുന്നുണ്ട്. കറന്റ് 59,602 എന്നൊരു നിലയിലാണ് മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ബ്രോഡർ മാർക്കറ്റ് പ്രകടനമൊക്കെ നോക്കുമ്പോൾ നിരാശയാണ് കാണുന്നത്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ബ്രോഡർ മാർക്കറ്റിൽ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡൈസസുകളൊക്കെ തന്നെ ഇടിവ് രേഖപ്പെടുത്തുന്നു. സെക്ടറൽ ഇൻഡൈസസിലോട്ട് വരുമ്പോഴും നമുക്ക് പല സെക്ടറിലൊക്കെ തന്നെ ഇടിവ് കാണുന്നുണ്ട്. എസ്പെഷ്യലി മെറ്റലിലോട്ട് വരുമ്പോൾ ഇന്നലെ ഒരു മുന്നേറ്റമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 4% ഒരു ഇടിവ് കാണുന്നുണ്ട്. കൂടാതെ IT ഇൻഡെക്സ് ഒക്കെ നോക്കുമ്പോൾ 1.47% ഇടിവാണ് കാണുന്നത്. എന്നാൽ FMCG, ഫാർമ തുടങ്ങിയ ഇൻഡെക്സുകൾ പോസിറ്റീവായിട്ടാണ് ഈ ഒരു ദിവസം ഇന്ന് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഗ്ലോബൽ മാർക്കറ്റിലോട്ട് വരുമ്പോൾ US മാർക്കറ്റിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ ഡൗ ജോൺസ് 0.11% നേട്ടം രേഖപ്പെടുത്തി. S&P നോക്കുമ്പോൾ 0.13% ഇടിവ്, നാസ്ഡാക്കിൽ 0.72% ഇടിവ് എന്നിങ്ങനെയാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. മെറ്റയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ സംബന്ധിച്ചും നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഇടിവാണ് ഇന്നലെ വലിയ രീതിയിൽ മാർക്കറ്റിലൊരു വാർത്തയായത്. 10% ഒരു ഇടിവാണ് മൈക്രോസോഫ്റ്റ് US കാഴ്ചവെച്ചത്. 2020 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു സിംഗിൾ ഡേ ഇടിവാണ് മൈക്രോസോഫ്റ്റ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് സൂരജ് സാറിലോട്ട് പോകാം. സൂരജ് സാർ, ബഡ്ജറ്റ് വരാനിരിക്കുന്നു. ഇനി 2 ദിവസങ്ങൾ മാത്രമുണ്ട്. ഇന്ന് അതിനു മുമ്പുള്ളൊരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റും സ്റ്റോക്ക് മാർക്കറ്റും എന്താണ് ഈ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടത്? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു നിർണായകമായ ദിവസങ്ങളിൽ എന്താണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്? വിഷ്ണു, ആദ്യം തന്നെ താങ്ക് ഗോഡ് ഇറ്റ്സ് എ ഫ്രൈഡേ. അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. വിഷ്ണു, സാധാരണ നമ്മൾ ഇന്ന് വിഷ്ണു നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റിന് മുമ്പായിട്ടുള്ള ലാസ്റ്റ് ഒരു വീക്ക് ഡേ ട്രേഡിംഗ് സെഷനാണ്. നമ്മൾ ഇന്ന് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് കൂടുതലും ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടാണെങ്കിൽ പോലും അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ ഇൻസിഡൻ്റ്ലി ഓർ കോയിൻസിഡൻ്റ്ലി നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം റോയിറ്റേഴ്സിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. റോയിറ്റേഴ്സ് റിപ്പോർട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നത് US മേ സ്ട്രൈക്ക് ഇറാൻ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ഇൻഫാക്ട് ആ ഒരു ന്യൂസ് റിപ്പോർട്ട് വന്നതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റ്സ് ഒക്കെ തന്നെ ഒന്ന് ജിറ്ററി ആയി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഒരു റിപ്പർക്കർഷൻ ആണോ എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റി ഡൗൺ ആയിരുന്നു. ഇന്നിപ്പോൾ മാർക്കറ്റ് തുറന്നപ്പോൾ ഏതാണ്ട് 150 പോയിന്റ്സോളം നിഫ്റ്റി ഡൗൺ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാമെന്നുള്ള കാര്യം വെച്ചാൽ ഇതിലിപ്പോൾ എന്താണ് ഇതിൻ്റെ ഇഷ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊരുപാട്, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മിഡിൽ ഈസ്റ്റിൽ ഒരു ടെൻഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ട്രേഡിനെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. കാര്യം അത് അങ്ങനത്തെ ഒരു ഏരിയയിലാണ് അത് ഇരിക്കുന്നത് എന്നുള്ളതും, അതുമാത്രമല്ല അറ്റാക്ക് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് US ആയതുകൊണ്ടും ഇറാൻ ഒരു ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻ ആയതുകൊണ്ടും അതിൻ്റെതായ ഒരു കാസ്കേഡിങ് എഫക്റ്റ് ആ ഏരിയയിൽ വരും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഈ ഗ്ലോബൽ ട്രേഡ് ഡിസ്റപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും താൽക്കാലികമായിട്ട് ഒരു നീജർക്ക് റിയാക്ഷൻ ഉണ്ടാവുന്ന രീതിയിലേക്കുള്ള ഒരു ഇമ്പാക്ട് ഇതിനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ക്രൂഡ് മാർക്കറ്റിന്, കാര്യം ഈ ഗ്ലോബൽ ട്രേഡിനൊക്കെ ഇഷ്യൂ വരും, മിഡിൽ ഈസ്റ്റിൽ ഒരു അൺറസ്റ്റും കൂടെ വരികയും ചെയ്യുകയാണെങ്കിൽ ക്രൂഡ് മാർക്കറ്റിന് അത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് വരും. അതായത് ക്രൂഡ് മാർക്കറ്റിനെ സംബന്ധിച്ച് അത് പോസിറ്റീവായിട്ട് വരും. കാര്യം ക്രൂഡ് ഇൻക്രീസ് ചെയ്യും. അത് പല രാജ്യങ്ങൾക്കും, ഇന്ത്യ പോലത്തെ ഒരു ക്രൂഡ് കൺസംഷൻ കൺട്രി അല്ലെങ്കിൽ ക്രൂഡ് കൺസ്യൂമിംഗ് നേഷൻ എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ അത് നെഗറ്റീവായിട്ട് വരും എന്നുള്ളതാണ്. പിന്നെ ഇത് ഇത്രയും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റിപ്പിൾ അല്ലെങ്കിൽ കാസ്കേഡിങ് എഫക്ട് കറൻസി മാർക്കറ്റിൽ നടക്കില്ലേ. ഡോളറും മറ്റുള്ള കറൻസീസും യെന്നും യൂറോയിലും ഇന്ത്യൻ റുപ്പിയിലും ഒക്കെ അതിൻ്റെതായ ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളത് ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണം ഉണ്ടാവുന്ന മറ്റൊരു ഇമ്പാക്റ്റ് ആണെന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മളെ കൺസേൺ ആകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ മോശമാണ്. അതായത് ഗ്ലോബൽ ട്രേഡ്, പിന്നെ അത് കഴിഞ്ഞ് കറൻസി, അത് കഴിഞ്ഞ് ക്രൂഡ് മാർക്കറ്റിലും കൂടെ ഡിസ്റപ്ഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്ലോബൽ ഇക്വിറ്റീസിൽ ഒരു സെൽ ഓഫ് നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എന്നുള്ളത്. അപ്പോൾ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് മാർക്കറ്റിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ ഇറാന്റെ സിനാരിയോ എങ്ങനെ സ്പാൻ ഔട്ട് ചെയ്യുന്ന ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടു പോകുന്നത് നല്ലതായിരിക്കും എന്നുള്ള കാര്യം. ഇതിൻ്റെ പാസ്റ്റ് പ്രസിഡൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ വരെ പോവാം, ഏതൊക്കെ ലെവലിൽ പോവാം. കാര്യം ഇപ്പോൾ റഷ്യ, യുക്രൈൻ
2-3 കൊല്ലമായി ആ യുദ്ധം തീർന്നിട്ടില്ല എന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ ഗ്ലോബൽ എക്കണോമിയെ അഫക്റ്റും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് അങ്ങനെയാണോ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ എന്നുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ എന്തൊക്കെ സിനാരിയോസ് ഒരു പോസിബിളായിട്ട് ഞാൻ നോക്കിയിട്ട് ഒരു 6-7 സിനാരിയോസ് ആണ് ഇറാൻ്റെ ഈ ഇഷ്യൂവിൽ നമുക്ക് നടക്കാൻ പോകുന്നതെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ചിലപ്പോൾ US ടാർജറ്റഡ് സർജിക്കൽ അറ്റാക്ക്, അതായത് ഇറാനിലുള്ള പല അസറ്റുകളിലും, അതായത് സിവിലിയൻ സ്ട്രൈക്ക് ഒന്നും കൂടാതെ, സിവിലിയൻ കാഷ്വാലിറ്റി ഇല്ലാതെ തന്നെ മിനിമലായിട്ട് ഏതാണ്ട് ഈ പറഞ്ഞ പോലെ ടാർജറ്റഡ് ആയിട്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ചെയ്ത് അവിടുത്തെ എക്സിസ്റ്റിംഗ് റെജീം ഓൾറെഡി വീക്കാണ്, അതിനെ ഒന്ന് ടോപ്പിൾ ചെയ്യാനുള്ള ചാൻസസ് ആണ് ഒന്നാമത്തെ സിനാരിയോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഇപ്പം ഈ ഒരു സിനാരിയോ നടക്കണമെന്ന് വെച്ചോളൂ, അതായത് ടാർജറ്റഡ് ആയിട്ടുള്ള സ്ട്രൈക്ക് US ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് റെജീമിനെ മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, ഇറാനിൽ ഒരു ഡെമോക്രസി വരാൻ വഴിയൊരുക്കും. രണ്ടാമത് ഇറാന് ഗ്ലോബൽ ട്രേഡിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ആൾറെഡി സാങ്ഷൻസ് ഒക്കെ ഉള്ളത് ഒന്ന് മാറി ഒരു മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റെജീം സർവൈവ് ചെയ്യും, അതായത് US ഇടപെടൽ കാരണം റെജീം ഒന്ന് സർവൈവ് ചെയ്യും, പക്ഷെ പോളിസീസ് ഒന്ന് മോഡറേറ്റ് ചെയ്യാമെന്ന് നമ്മൾ വെനിസ്വേലയിൽ എന്താ നടന്നത്, വെനിസ്വേലയിൽ പ്രസിഡന്റിനെ അവർ ഇജക്റ്റ് ചെയ്ത് മാറ്റിയതോടുകൂടി ഇന്ററീമായിട്ടുള്ളൊരു ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് കുറച്ചുകൂടി ഒരു ഗ്ലോബൽ പോളിസീസിലേക്കൊക്കെ വന്നു. ആ ഹാർഡ് ലൈൻ സ്റ്റാൻഡ് അങ്ങ് മാറ്റി എന്നുള്ളത് പോലെ റെജീം ഒന്ന് മോഡറേറ്റ് ചെയ്തേക്കാം. മോഡറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണ്, മോഡറേറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഈ ടെറർ ഫണ്ടിങ് ഒക്കെ ഒന്ന് കുറയ്ക്കും. അതുമാത്രമല്ല, ഈ ഇറാൻ എന്ന് പറയുന്നത് അവരുടെ ഡൊമസ്റ്റിക് ന്യൂക്ലിയർ ആൻഡ് ബാലിസ്റ്റിക് പ്രോഗ്രാംസ് ഒന്ന് കർട്ടെയിൽ ചെയ്യും. ഇങ്ങനെയൊക്കെ അവിടെ ഒരു ശാന്തത വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. ബട്ട് ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് വേറെ രീതിയിൽ വരുന്നതെന്ന് വെച്ചാൽ, ഇറാനിൽ ഒരു ശാന്തത വന്നു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനത്തെ ഒരു സ്റ്റേബിൾ റെജീം വരികയും ഒരു ഹാർഡ് ലൈൻ ആയിട്ടുള്ളതല്ല എന്ന് കാണുകയാണെങ്കിൽ കൂടുതൽ സപ്ലൈ ഗ്ലോബൽ ക്രൂഡ് മാർക്കറ്റിലേക്ക് വരും. ഇറാൻ അതുകൊണ്ട് പ്രോഫിറ്റ് ആവും, ഗ്ലോബലി പല എക്കണോമിക്കും അതുകൊണ്ട് ബെനിഫിറ്റും കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഈ പറയുന്ന പോലെ ഒന്നാമത്തെ സിനാരിയോ നമ്മൾ നോക്കി, ടാർജറ്റഡ് ആയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് വിത്തൗട്ട് ഹാർമിങ് സിവിലിയൻ അസറ്റ്സ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ US ഇടപെടലോടുകൂടി തന്നെ അവിടെ ഒരു റെജീം ചേഞ്ച് നടക്കുന്നു, അതായത് റെജീം സർവൈവ് ചെയ്യുന്നു ബട്ട് പോളിസീസ് ഒന്ന് മോഡറേറ്റ് ചെയ്യുന്നു എന്നുള്ള. മൂന്നാമത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റെജീം കൊളാപ്സ് തന്നെ, അതായത് അവിടുന്ന് തന്നെ മിലിറ്ററി, അതായത് അവരുടെ തന്നെ ഇറാനകത്തുള്ള ഒരു മിലിറ്ററി കൂ നടന്നിട്ട് എക്സിസ്റ്റിംഗ് റെജീമിനെ മാറ്റുകയാണെങ്കിൽ അതൊരു നല്ല രീതിയിലുള്ള കാര്യമില്ല. കാര്യം ജീവൻ നഷ്ടമാവും ഒന്നാമത്തെ കാര്യം, രണ്ടാമതൊരു ഫുൾ കെയോസിലേക്ക് കാര്യങ്ങൾ പോവും എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ നാലാമത്തെ നോക്കുകയാണെങ്കിൽ, വാട്ട് ഇഫ് ഇറാൻ റിറ്റാലിയേറ്റ്സ് ബാക്ക്? ഇറാൻ റിറ്റാലിയേറ്റ്സ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഇറാൻ അങ്ങനെ നമ്മളൊരു പുഷ് ഓവർ കൺട്രി ഒന്നുമല്ല. ഇറാൻ അതിൻ്റെതായ കേപ്പബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ബിൽഡ് ചെയ്ത് വരണമെന്ന് പറഞ്ഞു. ഇറാന് നല്ല രീതിയിലുള്ള മിലിറ്ററി അസറ്റ്സും സ്ട്രാറ്റജിയും ഉള്ള രാജ്യം തന്നെയാണ്. അപ്പോൾ ഇറാൻ എന്ത് ചെയ്യും? ഒരു US അറ്റാക്ക് വന്നാൽ ചിലപ്പോൾ ഇവർ തിരിച്ചടിക്കാം. അതായത് അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഇറാന്റെ നെയ്ബറിംഗ് കൺട്രീസ് ആയ ബഹ്റൈൻ, ഖത്തർ പോലെയുള്ള സ്ഥലങ്ങളിൽ US മിലിറ്ററി അസറ്റ്സ് ഉണ്ട്. അതിലേക്ക് കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നം വഷളാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ അത് കൂടാതെ തന്നെ ഈ US ഇതിന് വേണ്ടിയിട്ട് എയർബേസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഈ വാറിന് സഹായിക്കുന്ന ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളിലേക്കും ചെറുതായിട്ടൊരു ഡിസ്റപ്ഷൻ ഇറാൻ ഉണ്ടാക്കാൻ പറ്റും. ജോർഡൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ മിഡിൽ ഈസ്റ്റിൽ ഇറാനിൽ മാത്രമായിട്ട് അത് നിൽക്കില്ല, അപ്പുറത്തെ നെയ്ബറിങ് രാജ്യങ്ങളിലേക്കൊക്കെ പടരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് അത്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഇതിനെ ഫിയർ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്കറിയാലോ 2019 നമ്മുടെ സൗദി അറേബ്യയിലെ ആറാംകോ ഉണ്ടല്ലോ, അതായത് ആ ഓയിൽ കമ്പനി, ആ ഓയിൽ കമ്പനിയുടെ പെട്രോ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ പെട്രോൾ അസറ്റ്സിനെ 2019 ഇറാഖിൽ നിന്ന് ഇറാൻ ബേസ്ഡ് ആയിട്ട് ഒരു മിലിറ്റിയ ഗ്രൂപ്പ് ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടെന്നുള്ള. അപ്പം ഇതാദ്യമായല്ല, അങ്ങനെ ഒരു ചാൻസസ് അവിടെ റൂൾ ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ കയറി ഇറാൻ ഇതൊരു വലിയൊരു ഗ്ലോബൽ ഇഷ്യൂ ആക്കാൻ വേണ്ടിയിട്ട് നെയ്ബറിംഗ് രാജ്യങ്ങളിലേക്കും ഒന്ന് കൈ കടത്തിയേക്കാം എന്നുള്ളത് ഒരു കാര്യം. പിന്നെ അഞ്ചാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഈ ഇറാനിന് വേറൊരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് അവർക്ക് സീ മൈൻസ്, നമ്മൾ ഈ ലാൻഡിൽ മൈൻ വെക്കില്ലേ, നമ്മൾ നടന്നു പോവുകയോ ഒരു വെഹിക്കിൾ പോകുമ്പോഴോ മൈൻ പൊട്ടിത്തെറിക്കുന്നു പറഞ്ഞ പോലെ, ഇവർക്ക് സീ മൈൻസ് എന്നൊരു സാധനമുണ്ട്. അതായത് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് ഈ ഗ്ലോബൽ ട്രേഡിന് പോകുന്നതും മിലിറ്ററി വെസൽസും ഒക്കെ പോകുന്നതിന് മൈൻ വെച്ച് പൊട്ടിക്കുന്ന ഒരു പരിപാടി, ആ ഒരു സ്ട്രാറ്റജിയും ടെക്നോളജിയും ഇറാനുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ നാരോസ്, ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്ന ഒരു ട്രേഡ് കോറിഡോർ ഉണ്ട്. അതൊരു നാരോ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആണ്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഇറാനും ഒമാനും ഇടയ്ക്കുള്ള ഒരു
ക്രിട്ടിക്കലായിട്ടുള്ള ചോക്ക് പോയിന്റ് ആണ്. ആ ചോക്ക് പോയിന്റ് പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്ലോബൽ LPGയുടെ, അതായത് ലിക്വിഫൈഡ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന്റെ 20% ഓഫ് ഗ്ലോബൽ ട്രേഡ് നടക്കുന്നത് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിൽ വഴിയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഓയിലിന്റെ ബൈ പ്രോഡക്ട്സും ഏതാണ്ട് ഗ്ലോബൽ ഔട്ട്പുട്ടിന്റെ 20-25% ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിൽ കൂടി പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറാന് വേണമെങ്കിൽ ഇതൊരു ചോക്ക് പോയിന്റ് ആക്കിയെടുത്ത് അവിടെ ഒരു ഡിസ്റപ്ഷൻ വരികയാണെങ്കിൽ അതൊരു വലിയ രീതിയിലുള്ള ഗ്ലോബൽ ട്രേഡും ഓയിൽ എക്കണോമിക്കും വലിയൊരു ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളത്. കാര്യം ഇവർ ഈ സീ മൈൻസ് എന്ന് പറയുന്നത് പണ്ട് ഇറാനും ഇറാഖുമായിട്ട് വലിയൊരു യുദ്ധം ഉണ്ടായിരുന്നു. 1982-88 വരെയാണെന്ന് തോന്നുന്നു. ആ സമയത്തൊക്കെ അവരിവിടെ സീ മൈൻസ് വച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരോ ഏരിയ കൊണ്ട് തന്നെ കൂടുതലൊരു കൃത്യത അതിനുണ്ടാവുമല്ലോ ഇപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ മൈൻസ്. ഇത് ഈ പറയുന്ന പോലെ ഗ്ലോബൽ ഓയിൽ ഷിപ്പിങ്ങിനും ഓയിൽ ട്രേഡിനും മറ്റുള്ള കാര്യങ്ങൾക്കും ഇത് വളരെ വലിയൊരു നെഗറ്റീവാണ് ശരിക്കും പറഞ്ഞത്. കാര്യം ഇറാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇറാൻ എന്ന് പറയുന്നത് ഒരു UAE ഒന്നും പെരുമാറുന്ന പോലെ അല്ല അവർ പെരുമാറുന്നത്. ഇപ്പോൾ സൗത്ത് കൊറിയ എങ്ങനെ പെരുമാറുന്നു, നോർത്ത് കൊറിയ എങ്ങനെ പെരുമാറും. സൗത്ത് കൊറിയ കുറച്ചുകൂടി ലോകരാഷ്ട്രങ്ങളോട് ഇടപെട്ടിട്ടാണ് ഇവരുടെ റിറ്റാലിയേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഡിപ്ലോമസിയുമാണ്. നോർത്ത് കൊറിയ അങ്ങനെയല്ല. അങ്ങനെ ഒരാളെ ട്രിഗർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം ലോകത്തോട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതുപോലെ മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങളിൽ ഭൂരിഭാഗം രാജ്യങ്ങളും വളരെ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണെങ്കിലും ഇറാനിന്റെ ഇപ്പോഴത്തെ റെജീം അത് നേരെ രീതിയിൽ എടുക്കില്ല എന്നുള്ള. പിന്നെ രണ്ടാമത് നമ്മൾ വേറൊരു പ്രശ്നം വെച്ചാൽ ഒരു ആറാമത്തെ സിനാരിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാൻ ഉള്ളിൽ നിന്ന് തന്നെ, അതായത് അവിടെ ഒരു കുറേ എത്തനിക് ഗ്രൂപ്പ്സ് ഉണ്ട്, നമുക്കല്ലോ കേർദുകളുണ്ട്, ബലൂച്ചീസ് ഉണ്ട്, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. അവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി അവിടെ റെജീമൊക്കെ പോയി ഹങ്കർ, ഫാമിൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് രാജ്യം ഉള്ളിൽ നിന്ന് തകരുന്ന ഒരു സിനാരിയോയും കൂടെ ആൾക്കാർ പെൻ ഡൗൺ ചെയ്യുന്നു. ഇതിന്റെ വേഴ്സ് കം വേഴ്സ് സിനാരിയോ എന്നുള്ളത് ഒരു ആറാമത്തെ ഒരു കാര്യം. ഇന്റേണൽ ആൾക്കാരുടെ പ്രൊട്ടസ്റ്റേഴ്സിനെ തൂക്കിക്കൊല്ലുന്നതൊക്കെ ആയിട്ടുള്ളൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് എങ്ങനെ വേണമെങ്കിലും പടർന്നെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഏഴാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇറാൻ തൊട്ടുള്ള രാജ്യങ്ങളിലും മാത്രമല്ല, നമുക്കറിയാമല്ലോ ഇറാന്റെ ചുറ്റുമുള്ള മിഡിൽ ഈസ്റ്റിൽ ഒരു അർമാഡ എന്ന് പറഞ്ഞു, അതായത് ഗ്രൂപ്പ് ഓഫ് മിസൈൽസ്, സബ്മറൈൻസ്, എയർക്രാഫ്റ്റ് കാരിയറൊക്കെ US-ന്റെ ഒരു അർമാഡ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ ആ ഫ്ലീറ്റ് കിടക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അറ്റാക്ക് നടത്താം എന്നുള്ള. അറ്റാക്ക് നടത്തുന്നതിലല്ല പ്രശ്നം, അതിൻ്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ പറഞ്ഞുകൊണ്ട്, അതായത് ഒരു സ്വാൺ അറ്റാക്ക് എന്ന് പറഞ്ഞൊരു സാധനം, അതായത് സ്വാൺ SWARN അറ്റാക്ക്. സ്വാൺ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ അർമാഡയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫ്ലീറ്റ് ഓഫ് സാധനങ്ങൾ, ഒരു സൈബർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ ഡ്രോൺസ്, മിസൈൽസ്, സബ്മറീൻസ്, എയർക്രാഫ്റ്റ് എല്ലാം കൂടെ ചേർന്ന് പല സൈഡിൽ നിന്ന്, കാര്യം അങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പാണ് അവിടെ അറ്റാക്ക് ചെയ്ത് എനിമിയെ കൺഫ്യൂസ് ചെയ്യുക എന്നുള്ളതും കൂടെ ഉണ്ട്. നമുക്കറിയാം ഈ US-ന്റെ ഒരു $1 ബില്യൺ ഡിസ്ട്രോയർ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ട്, അതിന് USS കോൾ എന്നാണ് പറയുന്നത്. ആ USS കോളിന് എനിക്ക് തോന്നുന്നു 2000-ലാണെന്ന് തോന്നുന്നു ഒരു സൂയിസൈഡ് അറ്റാക്ക് അൽ ഖൈദ നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതിനകത്ത് 17 US സെയിലേഴ്സ് മരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം അങ്ങനത്തെ അറ്റാക്കും അങ്ങനത്തെ ഒരു വാർ സ്ട്രാറ്റജിയും ആ ഏരിയയിലുള്ള എന്നാണ്. പിന്നെ അതുമാത്രമല്ല ഇറാഖിൻ്റെ ഒരു ജെറ്റ് പൈലറ്റിന് 1987-ൽ ഒരു 2 മിസൈൽ US വാർഷിപ്പിന് വേണ്ടി അടിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഇഷ്യൂ ഒക്കെ നടന്നൊരു സ്ഥലമായതുകൊണ്ട് ഇതൊന്നും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് അത് തിരിച്ച് അറ്റാക്ക് ചെയ്യണമല്ല പ്രശ്നം. ട്രംപിനെ പോലെ ഒരാൾ പ്രസിഡന്റായിട്ട് US-ൽ നിൽക്കുമ്പോൾ US-ന്റെ ഏതെങ്കിലും നേവൽ എയർക്രാഫ്റ്റിനെ ഇറാൻ അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഈഗോ ഇഷ്യൂ ആയി മാറും. അത് ട്രംപ് വിൽ നോട്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി എന്നുള്ളത്. അത് എങ്ങനെ തിരിച്ചു വരും എന്നുള്ളത്. അപ്പോൾ ഇതൊരു ചോക്ക് പോയിന്റ് ആണോ ഇറാൻ? ഒരു ചോക്ക് പോയിന്റ് ആണ്. മെയിൻലി എനിക്ക് തോന്നുന്നു ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ്സിനെ ഒന്ന് അഫക്റ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഈ ജിയോ പൊളിറ്റിക്സും ഇറാൻ ടെൻഷനുമാണെന്നുള്ളത്. ഞാൻ ഇതിൻ്റെ സിനാരിയോ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വലിയ റെലവൻസ് ഒന്നുമില്ല, എങ്കിലും ഇത് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഏതൊക്കെ ലെവലിൽ പൊട്ടിത്തെറിക്കാമെന്ന് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്ത് വെക്കണം. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഈവൻ എൻ്റർടൈൻമെൻറ്റ് മൂവീസിൻ്റെ ആണെങ്കിൽ പോലും. കാര്യം ഒരു കാര്യത്തിൻ്റെ ഒരു ഇമ്പാക്റ്റിൻ്റെ അതിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഏത് വരെ പോവാം. അപ്പം നമ്മൾ ചിലപ്പോൾ ഇന്ന് ആൾക്കാർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ചെറുതായിട്ടൊന്ന് ഫോളോ ചെയ്യുമ്പോൾ എന്തായാലും ബഡ്ജറ്റിൻ്റെ ഒരു റാലി അല്ലേ, ബൈ ഓൺ ഡിപ്സ് എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് പോവാം എന്ന് നിശ്ചയിച്ചിരിക്കുന്നവരോട് ഒരു കോഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യണത്. അതായത് ഈ പറയുന്ന ഇഷ്യൂ നമ്മൾ ചിലപ്പോൾ ആരും ശ്രദ്ധിക്കേണ്ടാവില്ല, നമ്മുടെ പത്രങ്ങളോ മീഡിയകളോ ഇത് റിപ്പോർട്ട് ചെയ്യില്ല. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് 7 സിനാരിയോസ് നമ്മൾ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ നിരത്തി. അതായത് ഈ ലെവലിലൊക്കെ കാര്യങ്ങൾ പോവാം, അതനുസരിച്ച് നിങ്ങൾക്ക് മാർക്കറ്റിൽ റീപൊസിഷൻ ചെയ്യാം. അതിൻ്റെ അർത്ഥം വിൽക്കാനെന്നോ ബെയറിഷ് ആറ്റിറ്റ്യൂഡാണോ എന്നല്ല, അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ എല്ലാ കാര്യവും വിഷ്ണു നമ്മൾ വളരെ ചെറിയ ആൾക്കാരാണെങ്കിലും
ലോകത്ത് ലാസ്റ്റ് ഒരു കൊല്ലമായിട്ട് നമ്മൾ എന്ന് ഓപ്പണിംഗ് ഹവേഴ്സ് തുടങ്ങിയോ അന്ന് നമ്മൾ പല മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പേ വളരെ ചെറിയ മനുഷ്യർ ഇൻസിഗ്നിഫിക്കന്റ് ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ ആദ്യമേ ഒരു വാർണിംഗ് കൊടുത്തിരുന്നു എന്നുള്ള കാര്യം വളരെ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പല രീതിയിലും ദൈവസഹായം കൊണ്ടോ ലക്ക് കൊണ്ടോ എന്തുകൊണ്ടോ അങ്ങനെ സംഭവിച്ചു എന്നുള്ള. അപ്പോൾ ഇതേപോലെ സംഭവിക്കണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. ഒരു ജീവൻ പോലും നഷ്ടപ്പെടരുത്, ലോകത്ത് അങ്ങനെ ഒരു എന്താ പറയുക ഒരു വയലൻസ് ഉണ്ടാവരുത്, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ആൾക്കാരുടെ ഹാർഡ് ആൻഡ് മണി കിടക്കുന്നുണ്ട്. നമ്മൾ ഈ ബഡ്ജറ്റിന്റെ പുറകെയും സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സും ക്യാപിറ്റൽ ഗെയിൻസും GDPയും ഫിസിക്കൽ ഡെഫിസിറ്റും ട്രേഡ് ഡെഫിസിറ്റും US ആയിട്ടുള്ള ട്രേഡ് ടാരിഫും പറയുന്നതിൻ്റെ ഇടയിൽ ജിയോ പൊളിറ്റിക്സിനെ വിട്ടുപോകരുത് എന്നുള്ള കാര്യം. ഇപ്പൊ ഞാനൊക്കെ ഒരു ബഡ്ജറ്റ് ഡിസ്കഷനും നമുക്ക് എക്സ്പേർട്സിനെ കിട്ടുമ്പോൾ മാർക്കറ്റും എക്കണോമിയും ടാക്സും ഗോൾഡും മാത്രം സംസാരിക്കരുതെന്ന് കിട്ടിയാൽ പോരാ, നമുക്കിപ്പോൾ ഒരു ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്ടിനെ കൂടെ കിട്ടണം എന്നുള്ള രീതിയിലേക്ക് ലോകം ലാസ്റ്റ് ഒന്നൊന്നര കൊല്ലത്തേക്ക് മാറിയതുകൊണ്ട് പറഞ്ഞ പോലെ തന്നെ സാറിന് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയധികം ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ബാധിച്ചൊരു സമയം ജിയോ പൊളിറ്റിക്സും എക്കണോമിക്സും, അതായത് ഇത് രണ്ടും വാച്ച് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കാശുണ്ടാക്കാമായിരുന്നു. അതായത് വേറെ ഒന്നും ബാധകമായിരുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ലാസ്റ്റ് 1.5 കൊല്ലം പോയിരുന്നത് എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഡിസ്ക്ലോഷറാണ്. ഞാൻ അനുഭവിച്ച കാര്യം ലാസ്റ്റ് 25 തൊട്ട് 30 കൊല്ലം എന്നുള്ളത്. നമുക്കിനി ബാക്ക് ടു അവർ ബിസിനസ്. നമ്മൾ വാൾസ്ട്രീറ്റിലേക്ക് വരികയാണെങ്കിൽ US ഒരു വീക്ക് ട്രേഡ് ആയിരുന്നു. ബേസിക്കലി കുറച്ച് നാസ്ഡാക്കിലും S&P 500ലും ചില സ്റ്റോക്സിന്റെ സെൽ ഓഫ് ചെറുതായിട്ടൊന്ന് ബാധിച്ചു. എന്നാൽ ഈ ജിയോ പൊളിറ്റിക്സ് ഇഷ്യൂ ഞാൻ ഒന്ന് വലിയ രീതിയിലാണ് ഇന്ന് ഗ്ലോബൽ ക്യൂസ് നോക്കണം. കാര്യം നമുക്കറിയാലോ ഈ ജിയോ പൊളിറ്റിക്സിന്റെ ഇഷ്യൂ നടക്കുമ്പോൾ പല ഗ്ലോബൽ മാർക്കറ്റ്സും ഗ്ലോബൽ ക്യൂസും എങ്ങനെയുണ്ടെന്നൊന്ന് അറിഞ്ഞു വെക്കുന്നത് നമ്മൾ ഇന്നത്തെ ട്രേഡിന് നന്നായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ S&P 500 സ്ലൈറ്റ് ആയിട്ട് മൈനസ് ആയിട്ടുള്ളൂ 0.13%, നാസ്ഡാക്ക് 0.72% ഡൗൺ ആയിരുന്നു, ഡൗ ജോൺസ് 0.11% പ്ലസ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫാക്ട് ഈ പറയുന്ന പോലെ ഞാൻ ഇന്നലെ US മാർക്കറ്റിൽ ഇടയ്ക്കൊന്ന് ഞാൻ നോക്കാൻ നേരത്ത് ഇതിനേക്കാളും വലിയൊരു വീഴ്ച വീണതാണ്. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് നല്ല രീതിയിൽ, അതായത് ഡേയ്സ് ലോന്ന് റിക്കവർ ചെയ്താണ് US മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വിഷ്ണു നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു മൈക്രോസോഫ്റ്റിന്റെ ഏർണിങ്സ്, അവരുടെ ഈ ക്ലൗഡ് സർവീസസ് ഉണ്ടല്ലോ, ഈ മൈക്രോസോഫ്റ്റ് അഷ്യൂർ, അതിനെക്കുറിച്ചുള്ള ഒരു ഗൈഡൻസും അതിൻ്റെ ഗ്രോത്തും വേണ്ട രീതിയിൽ മാർക്കറ്റിനെ സന്തോഷിപ്പിച്ചില്ല. അത് കാരണം തന്നെ മൈക്രോസോഫ്റ്റ് 10% ഡൗൺ ആയിരുന്നു. ഇപ്പം തന്നെ പലപ്പോഴും US ഈ ക്ലൗഡ് സർവീസസിൻ്റെ ഗ്രോത്ത്, AI ക്ലൗഡ് സർവീസസിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് ആശങ്കകൾ ചില ക്വാർട്ടേഴ്സിൽ നിന്ന് ചില റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ബട്ട് മീനിങ് ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇന്ന് തൊടുന്നില്ല എന്നുള്ളേ ഉള്ളൂ. ഞാൻ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ, അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ റിസൾട്ട്സ് കഴിഞ്ഞ് മെറ്റ ഏതാണ്ട് 10% അപ്പായിരുന്നു US മാർക്കറ്റിൽ. ആപ്പിൾ നോക്കുമ്പോൾ 0.72% അപ്പായിരുന്നു, NVIDIA 0.63% അപ്പ്, IBM 5% അപ്പായിരുന്നു, JP Morgan Chase ബാങ്കിങ് സ്റ്റോക്ക് 1.82% അപ്പായിരുന്നു, വാൾട്ട് ഡിസ്നി എന്റർടൈൻമെന്റ് സ്റ്റോക്ക് 1.89% അപ്പായിരുന്നു. നമ്മൾ ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് 10% നമ്മൾ പറഞ്ഞു, ആമസോൺ -0.55%, സെയിൽസ് ഫോഴ്സ് -6%, ബോയിങ് -3.13%, സിസ്കോ -0.67%. ഇതാണ് US മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ക്യൂ. നമ്മൾ ഇനിയിപ്പോൾ ട്രംപിന്റെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ട്രംപിന്റെ ആംഗിളിൽ തന്നെ നമുക്ക് ബോണ്ട് മാർക്കറ്റ് നോക്കേണ്ടിയിരിക്കുന്നത്, അതായത് ട്രഷറി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് സ്ലിപ്പ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ട്രംപ് മിക്കവാറും ഒരു പുതിയ ഫെഡ് ചെയർമാനെ അപ്പോയിന്റ് ചെയ്യും എന്നാണ് കേൾക്കുന്നത്. ട്രംപ് വിളിക്കുന്ന ദി അതർ വാഷ് അതല്ലേ, ദ അതർ കെവിൻ അല്ലേ, അതർ കെവിൻ എന്നുള്ള, അതായത് കെവിൻ വാഷിനെ ആയിരിക്കും എന്നുള്ളൊരു സ്പെക്കുലേഷൻ മാർക്കറ്റിലുണ്ട്. വി ആർ നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അത് കാരണം തന്നെ ഈ പറയുന്ന പോലെ ഫെഡിന്റെ ചെയറിന്റെ അനൗൺസ്മെന്റ് ഒക്കെ കാരണം തന്നെ ഞാൻ നോക്കുമ്പോൾ 10-year ബോണ്ട് yield 4.25% ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ വന്നിരുന്നത്, അതായത് വി ആർ പേയിങ് ടു മച്ച് ഇൻട്രസ്റ്റ്, അതായത് നമ്മുടെ ബോണ്ട് yieldന്റെ റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര ഹൈ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് പുതിയ ഒരു ഫെഡ് ചെയറിനെ എടുക്കാൻ പോകുന്നത്. അത് കെവിൻ വാർഷ് ആയിരിക്കും എന്നുള്ള സ്പെക്കുലേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ 10-year ബോണ്ട് yield ഒരു സംശയം, ഇന്നോ നാളെയായിട്ടാണ് അതിന്റെ പ്രഖ്യാപനം വരുന്നത്, അങ്ങനെ എന്തൊരു വാർത്ത ഞാൻ വായിച്ച പോലെ തോന്നുന്നു. എപ്പോൾ വേണമെങ്കിലും വരാം. അതായത് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അതൊരു പെർട്ടിക്കുലർ ഡേറ്റ് ഒന്നുമില്ല, ഹി ക്യാൻ അനൗൺസ് ഇറ്റ് എനി ടൈം. ഇതിപ്പോൾ അദ്ദേഹം ഇറാന്റെ കാര്യത്തിൽ ബിസി ആയി പോകേണ്ടായിരിക്കാം, ബട്ട് ഈസ് എ മാൻ ഹൂ ഡസ് മൾട്ടി ടാസ്കിങ്. അതുകൊണ്ട് അത് നമ്മൾ പ്രശ്നമാക്കി എടുക്കേണ്ട, ഹി മൈറ്റ് ഡു ഇറ്റ് എന്നുള്ള. പിന്നെ ഞാൻ ക്രൂഡ് മാർക്കറ്റിലേക്ക് ഒന്ന് ഞാൻ വന്ന് നോക്കുമ്പോൾ, ഓഫ് കോഴ്സ് അതാണല്ലോ ഏറ്റവും വലിയ ചോക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ക്രൂഡ് എന്ന് പറയുന്നത് ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് 8:30 മണി ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഏതാണ്ട് $68.48 per billion, അതായത് ക്രൂഡ് കയറിയിരിക്കുന്നു എന്നുള്ളതാണ്.
ഒരിടയ്ക്ക് ഇത് ഒരു സമയത്ത് ഇന്നലെ ഓവർനൈറ്റ് $70 പെർ ബാരൽ വരെ പോയി എന്നുള്ളതാണ്. ദിസ് ഈസ് നോട്ട് ലുക്കിംഗ് ഗുഡ്. ദിസ് ഈസ് നോട്ട് ലുക്കിംഗ് ഗുഡ് ഫോർ ഇന്ത്യ. ബിക്കോസ് ക്രൂഡ് കയറുന്നത് ഈ പറയുന്ന പോലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ക്രൂഡ് കൺസ്യൂമിങ് എക്കണോമിയാണ്. നമ്മുടെ 80-85% ഓഫ് ക്രൂഡ് റിക്വയർമെന്റ്സും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ പേരിൽ നമുക്ക് റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ടഡ് ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന് നമുക്കൊരു 25% അഡീഷണൽ ടാരിഫും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലോ നമ്മളത് കുറച്ച് ഡിസ്കൗണ്ടഡ് ഓയിൽ നമുക്ക് കിട്ടുന്നുമില്ല. ക്രൂഡിന്റെ വില 70 ആയി. അപ്പൊ റഷ്യൻ ക്രൂഡ് നമുക്ക് സപ്പോർട്ട് ചെയ്യാനില്ല, ഡിസ്കൗണ്ട് സപ്പോർട്ട് ചെയ്യാനില്ല. ക്രൂഡ് 70 ഈ നില നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബഡ്ജറ്റ് മാത്തിലൊക്കെ ഒരു ചേഞ്ച് വരും. കമ്പനിയുടെ ഏർണിങ്സിന്റെ കാര്യത്തിലും ഒരു ചേഞ്ച് വരും. അങ്ങനെ വരാതിരിക്കട്ടെ, ഇതൊരു ടെമ്പററി ആവട്ടെ. കാര്യം ഈ പറയുന്ന പോലെ ലോകത്തുള്ള ഒരു ട്രേഡിന്റെ സപ്ലൈ ചെയിനെയും ക്രൂഡ് സപ്ലൈ ചെയിനെയും അഫക്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള മാഗ്നിറ്റ്യൂഡുള്ള ഒരു പ്രോബ്ലമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇതുവരെ നടന്നിട്ടില്ല, നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നുള്ള കാര്യം. നടന്നു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിന്റെ വില കയറുകയാണെങ്കിൽ നമ്മുടെ ഇമ്പോർട്ട് ബില്ല് ഭയങ്കരമായിട്ട് കൂടും. ആൻഡ് വി നീഡ് ടു സ്പെൻഡ് മോർ ഡോളേഴ്സ് ടു ബൈ ദ സെയിം ക്രൂഡ് ദാറ്റ് വി വെർ ബൈയിങ് ഇറ്റ് ഫോർ $60 പെർ ബാരൽ. $60 പെർ ബാരൽ മേടിച്ച സ്ഥലത്ത് അതേ ബാരൽ തന്നെ നമുക്ക് മേടിക്കാൻ $70 ബില്യൺ ചിലവാക്കുമ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ കിറ്റിയിൽ നിന്ന്, നമ്മുടെ ട്രഷറിയിൽ നിന്ന് നമ്മൾ ഡോളർ എടുത്ത് കൊടുക്കുമ്പോൾ ദാറ്റ് വിൽ അഗെയിൻ പുട്ട് പ്രഷർ ഓൺ നമ്മുടെ റുപ്പി, വിച്ച് വിൽ ഡൊമിനോ എഫക്ട് എന്താവും? FIs and FPIs will send Indian ഡിസ്കൗണ്ട് കൂടി ഇല്ലാത്തൊരു അബ്സല്യൂട്ട്ലി. അങ്ങനത്തെ ഒരു സമയത്ത് കൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ ജിയോ പൊളിറ്റിക്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതെന്നുള്ള. പിന്നെ ഒരു ഐറണി എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഇങ്ങനത്തെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ പോകുമ്പോൾ എന്താ, ക്യാപിറ്റൽ റിസ്കി അസറ്റ്സ് ആയ സ്റ്റോക്സിൽ നിന്നും ബോൺസിൽ നിന്നും ഒക്കെ ഇറങ്ങിയിട്ട് എങ്ങോട്ടേക്ക് പോകും? നമ്മൾ ഈ പറയുന്ന പോലെ പ്രഷ്യസ് മെറ്റൽസിലേക്കാണ് പോണേ, ഗോൾഡും സിൽവറും. ബട്ട് ഗോൾഡും സിൽവറും ഇപ്പോൾ ലാസ്റ്റ് 3-4 മാസം സൂപ്പർ സ്റ്റാർ ആണെന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ടാണെന്നറിയില്ല, ഐറണി എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും 8:30 മണിക്കാണ് ഞാൻ ഈ ഗ്ലോബൽ കമ്മോഡിറ്റി മാർക്കറ്റ് ഒന്ന് നോക്കിയത്. 8:30 മണി രാവിലെ നോക്കുമ്പോൾ ഗോൾഡ് വാസ് ഡൗൺ ബൈ 3.11%. സ്പോട്ട് ഗോൾഡ് ഏതാണ്ട് $5,204 പെർ ഔൺസിലാണ് ട്രേഡ് ചെയ്തത്. സിൽവറും വാസ് ഓൾസോ ഡൗൺ ബൈ 3.46%. $4.5. ഞാൻ നോക്കുമ്പോൾ 110.4 ആയിരുന്നു പെർ ഔൺസ് എന്നുള്ളത്. കോപ്പർ -4.37% ആയിരുന്നു. പ്ലാറ്റിനം -6.47. അതായത് പ്രഷ്യസ് മെറ്റൽസിൽ ഒരു സെൽ ഓഫ് വന്നിരിക്കുന്നു. അത് ഐറണിയാണ്. കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന പോലെ സാധാരണ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ വരുമ്പോൾ മണി ഷുഡ് ഗോ ടു പ്രഷ്യസ് മെറ്റൽസ് എന്നുള്ള, ഇപ്രാവശ്യം പ്രഷ്യസ് മെറ്റൽസ് ഒന്ന് താഴേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയത് ഒരു കറൻസി മാർക്കറ്റ് ഗ്ലോബലി, അതും 8:30 മണിക്ക് ഞാൻ നോക്കിയപ്പോൾ USD INR ഞാൻ നോക്കുമ്പോൾ വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, 91.83. ജാപ്പനീസ് എന്നും INR നോക്കുമ്പോൾ -0.44% ആണ്. യൂറോയും INR നോക്കുമ്പോഴും -0.3%. എനിക്ക് തോന്നുന്നു വലിയൊരു പ്രഷർ റുപ്പിക്ക് ഇല്ല എന്നുള്ളതാണ്. ബട്ട് ലെറ്റ് സി, ക്രൂഡ് മാർക്കറ്റും റുപ്പിയാണ് ഞാൻ ഇന്ന് ഉറ്റുനോക്കുന്ന ഒരു കാര്യം, മോർ ദാൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് എന്നല്ല. ഞാൻ 8:30 AM ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റും കൂടെ ഞാൻ നോക്കി. അതായത് മറ്റുള്ള മാർക്കറ്റിൽ ഇതിന്റെ റിപ്പർക്കഷൻ, ഇപ്പോൾ ഫ്രാൻസിന്റെ CAC ഞാൻ നോക്കുമ്പോൾ ഫ്ലാറ്റ് ആണ്, 0.06% അപ്പായിരുന്നു. ജർമ്മൻ ഡാക്സ് -2% ഡൗൺ ആയിരുന്നു. FTSE FTSE 100 അതായത് UK മാർക്കറ്റ് +0.17%. നിക്കൈ ജാപ്പനീസ് 0.32% ഡൗൺ ആയിരുന്നു. ഷാങ്കായ് മെയിൻലാൻഡ് ചൈന ഇൻഡെക്സ് ആണ്, അത് -1.26% ഡൗൺ. ഹാങ്സെങ് ഹോങ്കോങ് ഇൻഡെക്സ് -1.42% ഡൗൺ. കോസ്പി കൊറിയ +1.38%. ബൊവേസ്പ അതായത് ബ്രസീൽ 0.84% ഡൗൺ ആയിരുന്നു. ബൊവേസ്പ ഏതാണ്ട് നിയർ ഓൾ ടൈം ഹൈ ആയ, ബ്രസീൽ എന്ന് പറഞ്ഞാൽ ബ്രിക്കിലെ ഇന്ത്യയുടെ കൂടെയുള്ള, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്കയുടെ കൂടെയുള്ള ഒരു എമർജിംഗ് മാർക്കറ്റ് എക്കണോമിയാണ്. അവിടെയും സ്റ്റോക്ക് മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് പോകുമ്പോൾ നമ്മൾ എവിടെ കിടക്കണത് എന്നുള്ളത് ഒരു കമ്പാരിസൺ പഠിച്ചു വയ്ക്കുന്നത് നമുക്ക് നന്നായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് പീസ് ഓഫ് ന്യൂസ്, ഇത് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല എന്നുള്ളതാണ്. അതായത് ഡേറ്റ റിലീസ്ഡ് ബൈ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രഷറി. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രഷറിയും പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയും ഒരു റിപ്പോർട്ട് വിട്ടിട്ടുണ്ട്. അതായത് 2025 നവംബർ ഡിസംബർ കാലഘട്ടം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയുടെ റിസർവ്സ് ഉണ്ടല്ലോ, അതായത് US ട്രഷറിയുടെ ഹോൾഡിങ്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു. അതായത് 17-18 കൊല്ലത്തെ, അതായത് 2008 ശേഷം ഒറ്റ കുറവാണ് എന്നുള്ളതാണ്. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പൊ 682.6 $682.6 ബില്യൺ ആയിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അതായത് 2008 എത്രയായിരുന്നു അറിയോ? 1.3 ട്രില്യൺ ഉണ്ടായിരുന്നു.
2008 1.3 ട്രില്യന്റെ US ട്രഷറീസ് ചൈന ഹോൾഡ് ചെയ്തിരുന്ന സ്ഥലത്ത് ചൈന അത് സെല്ല് ചെയ്ത് 2013 ശേഷമാണ് സെല്ലിംഗ് ഭയങ്കരമായിട്ട് കൂടിയത്. അങ്ങനെ 1.3 ട്രില്യൺ US ഏതാണ്ട് 682.6 ബില്യൺ US ആയിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള. അതിൻ്റെ അർത്ഥം എന്താ? ചൈന പതുക്കെ US ട്രഷറീസ് വിറ്റ് തുടങ്ങിയിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ലോവസ്റ്റ് ലെവൽ സിൻസ് 2008 എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് $600 ബില്യൺ അവർ ട്രഷറിയിൽ നിന്ന് US ട്രഷറി ഒഴിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പകരം നമ്മൾ എവിടെ നോക്കി? അവരുടെ ഗോൾഡിൻ്റെ റിസർവ്സ് ഡബിളായി എന്നുള്ള. ഗോൾഡിൻ്റെ റിസർവ്സ് എന്ന് പറഞ്ഞാൽ 74.1 മില്യൺ ഔൺസ് ആയിട്ട് മാറി അവരുടെ ഗോൾഡ് റിസർവ്. അതായത് അവരെന്താ ചെയ്യണേ? അവരുടെ ഫോറക്സ് റിസർവിൻ്റെ ഹോൾഡിങ്സിൽ നിന്ന് US ട്രഷറിയുടെ ഇമ്പാക്റ്റ് കുറയ്ക്കുകയും പൈസ ഗോൾഡിലേക്ക് ഡബിൾ ചെയ്യുകയും കൂടെ ചെയ്തു എന്നുള്ള. അതായത് ഡോളറൈസേഷൻ എന്നുള്ളൊരു പ്രോസസ്സിൽ കൂടെ ചൈന പോകുന്നു എന്നുള്ളൊരു റിപ്പോർട്ടും കൂടി വന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇത് ഞാൻ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രോബബ്ലി ദാറ്റ് എക്സ്പ്ലെയിൻസ് വൈ when China is on a buying spree on this precious metal, obviously the precious metals would go up. ഗോൾഡിൻ്റെ കയറ്റം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലായി. ഗോൾഡ് ഭയങ്കരമായിട്ട് കയറി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ചിലപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുമായിരിക്കും, കറക്ഷൻ നടക്കണമെന്നൊന്നുമില്ല. എങ്കിലും ഗോൾഡിന് കയറാനുള്ള റീസൺസ് എനിക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാം. ബട്ട് അതിൻ്റെ പോർ കസിൻ സിൽവർ ഐ ഡു നോട്ട് നോ, എനിക്കറിയില്ല. ബട്ട് ഞാൻ ഞാനത് വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരാളൊന്നുമല്ല. ടേക്ക് മീ വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ബട്ട് എനിവേ ദാറ്റ് ഇസ് ഇറ്റ്. അതാണ് അതിൻ്റെ ട്രൂത്ത് എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യ ഓൾ ഐസ് ഓൺ ദ ബഡ്ജറ്റ്. നമുക്ക് സൺഡേ ആണ്. വിഷ്ണു നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാര്യം സൺഡേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു എന്നുള്ള മാത്രമല്ല, അന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പണും കൂടെയാണ്. പ്രോബബ്ലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി അത് നടക്കുന്നു എന്നുള്ളതാണ്. ഈ ബഡ്ജറ്റിൽ സാധാരണ നമ്മൾ എപ്പോഴും പറയും, അതായത് വലിയ ഇൻകം ടാക്സിനും ക്യാപിറ്റൽ ഗെയിൻസിനും ഒന്നും ചേഞ്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഈസ് ജസ്റ്റ് എ 3 days അഫയർ. വീക്കെൻഡ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കത്തൊന്നും ഇല്ല എന്നുള്ളത്. ഇനിയിപ്പോൾ ബഡ്ജറ്റ് നടത്തിയില്ലെങ്കിൽ പോലും വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ സാധാരണ പലരും അതിനെക്കുറിച്ച് എക്സ്പ്രസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ബിഫോർ ബഡ്ജറ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബഡ്ജറ്റിന്റെ എക്സ്പെക്ടേഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ട് ഞാൻ പറയണമെങ്കിൽ ഗവൺമെന്റ് വിൽ കണ്ടിന്യൂ ടു സ്പെൻഡ്. അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഗവൺമെന്റ് റോഡ്, പോർട്ട്, പിന്നെ എയർപോർട്ട്, സീപോർട്ട്, പവർ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ബിൽഡ് ചെയ്യാൻ ഗവൺമെന്റ് പബ്ലിക് ക്യാപെക്സ് സ്പെൻഡ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഫിസ്ക്കൽ പ്രൂഡൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ഫിസ്ക്കൽ പ്രൂഡൻസ് മെയിൻറ്റെയിൻ കഴിഞ്ഞാൽ വളരെ അഗ്രസീവായിട്ടൊന്നും പോകില്ല. ഇന്ത്യയുടെ ബാലൻസ് ഷീറ്റ്, അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, ട്രേഡ് ഡെഫിസിറ്റ് ഒക്കെ കണക്കിലെടുത്ത് ഇൻഫ്ലേഷൻ ഒരു ബിനൈൻ എൻവയോൺമെന്റിലാക്കി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആയിരിക്കും, എന്നാൽ പ്രൂഡന്റ് ആയിരിക്കും കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് പൊതുവേ ഒരു കിട്ടുന്ന ഇൻഡിക്കേഷൻ. നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ഫിനാൻസ് മിനിസ്റ്ററിന്റെ സ്വഭാവവും പ്രൈം മിനിസ്റ്ററിന്റെ സ്വഭാവവും വെച്ചിട്ട് അങ്ങനെ തന്നെ വരാനാണ്. വലിയ ബിഗ് ബാങ് ഒന്നും ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് വരുന്നതെന്നുള്ള. പിന്നെ ഞാൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യം, അതായത് നമ്മളിപ്പോൾ ഒരുപാട് രാജ്യങ്ങളായിട്ട് ട്രേഡ് ഡീൽ സൈൻ ചെയ്തു അല്ലേ. നമ്മൾ നല്ല രീതിയിൽ ഇന്ത്യ ഒരു എക്സ്പോർട്ടിംഗ് എക്കണോമി ആയിട്ട് മാറാനായിട്ടുള്ള ഇന്റൻഷൻ ഇന്ത്യ കാണിക്കുന്നുണ്ട്. ഇനി ഇൻഡോ US ട്രേഡ് ഡീൽ എപ്പോൾ വേണമെങ്കിലും വരാമായിരിക്കും, നടക്കും, നടക്കാതിരിക്കാം. ബട്ട് ഈവൻ ദെൻ ഇന്ത്യക്ക് ഈ ട്രേഡൊക്കെ ഫൈനലൈസ് ചെയ്ത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ട്രേഡ് പോളിസിയിൽ നല്ല രീതിയിൽ ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ GSTയുടെ റാഷണലൈസേഷൻ കഴിഞ്ഞു, ഇൻകം ടാക്സിന്റെ റാഷണലൈസേഷൻ കഴിഞ്ഞു. ഹൈ ടൈം ഗവൺമെന്റ് കോൺസെൻട്രേറ്റ് ഓൺ റിഫോംസ് ഓൺ കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് ഇമ്പോർട്ട്സ്. ഇമ്പോർട്ട് ടാക്സും കസ്റ്റംസ് ഡ്യൂട്ടിയിലും നല്ല രീതിയിൽ റിഫോംസ് കൊണ്ടുവന്ന് റാഷണലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ട്രേഡ് പാക്ട് കൊണ്ട് ഗുണമുള്ളൂ. അവിടെ ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. കോംപ്ലയൻസ് ഒന്ന് എന്താ പറയുക, ഈ പറയുന്ന പോലെ കോസ്റ്റ് ഓഫ് ഡൂയിങ് എക്സ്പോർട്സിന്റെ വില കുറയ്ക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ എന്ത് റിഫോം കൊണ്ടുവരും എന്നുള്ളതായിരിക്കും ഞാൻ കൂടുതലും നോക്കുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. കസ്റ്റംസ് ഡ്യൂട്ടി പോളിസി, ഇമ്പോർട്ട് ഡ്യൂട്ടി പോളിസി ആയിരിക്കും ഞാൻ അതിനകത്ത് ഉറ്റുനോക്കുന്ന ഒരു കാര്യം. പിന്നെ ദ എലിഫന്റ് ഇൻ ദ റൂം, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. കാര്യം ഒരുപാട് പേരൊന്നും ഇപ്പോൾ ഇൻകം ടാക്സിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. കാര്യം ഓൾറെഡി 12 ലക്ഷം വരെ ഉള്ളവർക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടിയെന്നുള്ള. പിന്നെ GST കാര്യം ഇപ്പോൾ ബഡ്ജറ്റിനകത്ത് ഒരു സാധനങ്ങളുടെ വില കൂടുകയോ കുറയോ എന്നുള്ള കാര്യം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം അത് ബഡ്ജറ്റിന്റെ പുറത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. GST കൗൺസിലാണ്. ആ GST കൗൺസിൽ ഡിസ്കഷൻ കഴിഞ്ഞു. നല്ല രീതിയിലുള്ള റിഫോം GST 2 എന്നുള്ള രീതിയിൽ നിലവിൽ വന്നു. അപ്പോൾ ഫ്രിഡ്ജിന് വേണ്ടി TV, കാറിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ ബഡ്ജറ്റിൽ നോക്കേണ്ട കാര്യമില്ല. ഇൻവെസ്റ്റേഴ്സും മാർക്കറ്റിനെ സംബന്ധിച്ചും ക്യാപിറ്റൽ ഗെയിൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ഗെയിൻസ്, അത് എങ്ങനെയാണ് ടാക്സ് ചെയ്യണേ, എന്താണ് FISന് അതിനൊരു പ്രോബ്ലം, അതായിരിക്കാം നമുക്ക് ഇനി നെക്സ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം. അതായത് നമ്മുടെ സാധാരണ പ്രേക്ഷകർക്ക് പലർക്കും അറിയാന്നുള്ള കാര്യം തന്നെയാണ്. എങ്കിലും ഞാനൊന്ന് പറയണമെന്ന് വെച്ചാൽ, നമ്മളിനി ചെറിയ ഒരു രീതിയിൽ ഗെയിൻ ഉണ്ടാക്കുന്നവർ കൂടി ഈ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം. കാര്യം ഗവൺമെന്റിന്റെ ഈ ടാക്സ് പോർട്ടലും ഈ ടാക്സ് സർവൈലൻസ് മെക്കാനിസവും വളരെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ
നമ്മുടെ ഇനി എല്ലാ മൂവ്മെന്റ്സും നമ്മൾ അറിയും. നമുക്കിനി ഒളിപ്പിച്ചു വെക്കാനുള്ള വകുപ്പിലേക്ക് വരില്ല. ഒന്നാമത്തെ കാര്യം, ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊരു DP അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങുക എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ആയിട്ടാണ് തുടങ്ങുന്നത്. നമ്മൾ പൈസ ഇലക്ട്രോണിക് ആയിട്ടാണ് കൊടുക്കുന്നത്. നോ ബ്ലാക്ക് മണി ഇൻവോൾവ്. അതിനകത്ത് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ബ്രോക്കിംഗ് കമ്പനികൾ കറക്റ്റായിട്ട് അത് ഇൻകം ടാക്സിന് കൊടുക്കുന്നുണ്ട്. ഇൻകം ടാക്സിന്റെ ഇന്റലിജൻസ് പോർട്ടലിലേക്ക് അത് പോകുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ പാൻ കാർഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ എല്ലാ സ്ഥലത്തു നിന്നും ഇൻഫർമേഷൻ എടുക്കുന്നുണ്ട്. ഗവൺമെന്റിന് അറിയാം എൻ്റെ പാൻ കാർഡിന് എഗെയിൻസ്റ്റ് എനിക്ക് എവിടെ നിന്നൊക്കെ റവന്യൂ കിട്ടുന്നു, എവിടെ നിന്നൊക്കെ നമുക്ക് ഗെയിൻ കിട്ടുന്നു, ലോസ് കിട്ടുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്, എനിക്ക് ബാങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, എനിക്ക് ബാക്കിയുള്ള സാലറി ഉണ്ടെങ്കിൽ അങ്ങനെ, എനിക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, ഇതിൻ്റെ എല്ലാം കൊളക്ട് ചെയ്ത് ഗവൺമെൻറ് ബാക്ക് എൻഡിൽ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇനി ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കാര്യം ഒന്ന് അറിഞ്ഞു വെക്കണം, നല്ലതാണ് എന്നുള്ള. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 രീതിയിലുള്ള ഇൻകമാണ് വരുന്നത്. ഈ ടാക്സ് എന്ന് പറയുന്നത് ഇൻകമിന് മുകളിലാണ്, അതായത് പ്രോഫിറ്റ് ഗെയിനിന് മുകളിലെ ടാക്സ് ഉള്ളൂ, ലോസിൽ ടാക്സ് ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ പാഠം. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തൊക്കെ രീതിയിലാണ് നമുക്ക് ഗെയിൻസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് വരുന്നത്? ഒരു വ്യക്തിക്ക് ഇപ്പം നമുക്കാണെങ്കിൽ നമുക്ക് 3 രീതിയിലാണ് നമുക്കൊരു ഗെയിൻ കിട്ടുന്നത്. ഒന്ന്, നമ്മളൊരു സ്റ്റോക്ക് മേടിച്ചിട്ട് നമ്മൾ അതിനെ വിൽക്കുന്നത് 12 മാസത്തിൽ അല്ലെങ്കിൽ 1 കൊല്ലത്തിനുള്ളിലാണെങ്കിൽ ആ കിട്ടുന്ന ഗെയിനിനെ നമ്മൾ വിളിക്കുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അതായത് ഇനി അത് ലോസ് ആണെങ്കിൽ നമ്മൾ ടാക്സിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമേ ഇല്ല. 12 മാസത്തിനുള്ളിൽ റിയലൈസ് ചെയ്യുന്ന ഗെയിനാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. നമ്മൾ ലോങ് ടേം എന്താണ്? ലോങ് ടേം എന്ന് പറയുന്നത് 12 മാസത്തിനപ്പുറം 1 കൊല്ലം കഴിഞ്ഞിട്ട് ആണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന ഗെയിനെ നമ്മൾ പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്നാണ്. ഇതാണ് ഒന്നാമത്തെ ഇൻകം എന്ന് പറയുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. രണ്ടാമത്തെ ഇൻകം എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. മൂന്നാമത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഇൻകം. നമ്മൾ ഷെയർ ഹോൾഡ് ചെയ്യുന്ന കാലത്ത് ആ കാലഘട്ടത്തിൽ കമ്പനി എന്തെങ്കിലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നേരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. അതിനെ നമ്മൾ പറയുന്നത് ഡിവിഡൻഡ് ഇൻകം. അങ്ങനെ 3 രീതിയിലുള്ള ഇൻകമാണ് നമുക്ക് കിട്ടുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ. ഈ 3ന്റെ മുകളിലും ടാക്സ് ഉണ്ട്. ഷോർട്ട് ടേം ഗെയിൻസിന്റെ മുകളിൽ വയ്ക്കുന്ന ടാക്സിനെയാണ് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സ്റ്റോക്ക് മേടിച്ചു, നമ്മൾ അത് വിൽക്കുന്നത് 1 കൊല്ലത്തിലോ 12 മാസത്തിനോ ഉള്ളിലാണെങ്കിൽ നമ്മൾ ആ ഗെയിൻ ചെയ്തിരിക്കുന്ന ആ പ്രോഫിറ്റിന് മേൽ ടാക്സ് വരും. അതിനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. ആ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് നമ്മൾ ടാക്സ് ചെയ്യുന്നത് 20%. ലോങ് ടേം ആണെങ്കിൽ 12 മാസത്തിന് മുകളിൽ സെല് ചെയ്യുന്ന ഒരു അസറ്റാണ്. അത് സെല് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ വരുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ 12.5% ആണ് എന്നുള്ളതാണ്. അങ്ങനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും ഉണ്ട്. 2 ട്രേഡിലും നമുക്ക് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ഇല്ല എന്നുള്ളത്. മൂന്നാമത് നമുക്ക് ഇൻകം വരുന്നത് ഡിവിഡൻഡ് ആണ് എന്നുള്ളതാണ്. IT സെക്ഷൻ 194 പ്രകാരം ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമുക്ക് 1 കൊല്ലം വരെ 10,000 രൂപ ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. 10,000 രൂപയ്ക്ക് മുകളിലാണ് പോകുന്നതെങ്കിൽ ആ കമ്പനി അവിടെ ഒരു 10% TDS പിടിച്ചിട്ടായിരിക്കും നമുക്ക് ഇങ്ങോട്ട് തരുന്നത് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഡിവിഡൻഡ് ഇൻകം നമ്മളെ ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഇൻകം ടാക്സ് ഏത് സ്ലാബിലാണെന്ന് നോക്കിയിട്ടാണ്. അത് നമ്മൾ നോക്കുമ്പോൾ 5% 20% 30% അവിടെയാണ് നമ്മൾ ഇത് ആഡ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള. ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഈ കൊല്ലം ഒരുപാട് ക്യാപിറ്റൽ ഗെയിൻസിന്റെ ലോസ് ഉണ്ടാവും. ഈ ക്യാപിറ്റൽ ഗെയിൻസ് ലോസ് എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ക്യാപിറ്റൽ ഗെയിൻസിൽ ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റൊരു ട്രേഡിൽ നിങ്ങൾ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ സെറ്റ് ഓഫ് ചെയ്യാം. അതായത് നിങ്ങൾക്കൊരു പ്രോഫിറ്റ് 100 രൂപ കിട്ടി, നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് ഒരു ലോസ് 50 രൂപയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ അപ്രോപ്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ 50 എന്നുള്ള കണക്കിലേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഫയൽ ചെയ്യാം എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് നിങ്ങൾക്ക് ഈ ഷോർട്ട് ടേം ലോസ് ആയിട്ടും സെറ്റ് ഓഫ് ചെയ്യാം, ലോങ് ടേം ലോസ് ആയിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ ലോങ് ടേം 12 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ വിൽക്കുന്ന ആ ഗെയിനിന് ഉണ്ടാവുന്ന ആ 12.5% ടാക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോങ് ടേം ലോസ്, അതായത് 12 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ട് വിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു നഷ്ടത്തായിട്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകത വന്നതെന്നുള്ള. ഈ ഒരു ടാക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ഡിസ്കഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. അത് നമ്മുടെ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ റെസിഡന്റ് ഇൻഡിവിജ്വൽസിന്റെ കാര്യത്തിലും കൂടുതലായി എന്നുള്ളത് മാത്രമല്ല, ഈ പറയുന്ന പോലെ FIIസിന്റെ സെല്ലിങ്ങിന് കാരണം ഹയർ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണെന്നുള്ള ഒരു ആക്ഷേപം ഈ ഗവൺമെന്റിന് മുകളിലുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, അതിൽ ആൾക്കാർ പറയുന്ന കാര്യം വെച്ചാൽ എല്ലാ ബഡ്ജറ്റിലും ഇതേപോലെ ടാക്സ് ഇൻക്രീസ് ചെയ്യും, ടാക്സ് ടിങ്കർ ചെയ്യുകയും കൂടെ
ചെയ്യുമ്പോൾ FIIsന് ഒരു ക്ലിയറിറ്റി കിട്ടുന്നില്ല. അതായത് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ള സിസ്റ്റത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്തും കൂടെ നിൽക്കുന്ന സമയത്ത് ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഹയർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ FIIsന് റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടെ സിസ്റ്റത്തിലുണ്ട് എന്നുള്ളതാണ്. ബട്ട് ഒരു കാര്യം ഉറപ്പാണ്, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ ഗവൺമെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഇത് മെസ്സപ്പ് ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2014 മുമ്പേ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 10%, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 0%, ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് ടാക്സ് ഫ്രീ ആയിരുന്നു. ആ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്നുള്ള. ബട്ട് ഈ ഗവൺമെന്റ് അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രോ മാർക്കറ്റ് പോളിസിയിലേക്ക് നമ്മൾ വരുന്നില്ല എന്നുള്ളതാണ്. അന്നത്തെ ഗവൺമെന്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 0 ആക്കിയപ്പോൾ ആ റവന്യൂ ലോസ് നികത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഒരു STT അല്ലെങ്കിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. ഇന്ന് കഷ്ടകാലത്തിന് നമ്മുടെ ഇവിടെ എല്ലാത്തിനും ടാക്സ് ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ട്, ഡിവിഡൻഡ് ടാക്സ് ഉണ്ട്, STTയും ഉണ്ട് എന്ന രീതിയിലേക്ക് ആക്കി. ഇത് കോസ്റ്റ് ഓഫ് ഡൂയിങ് എ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ കുറവുണ്ടായി എന്നുള്ള കാര്യം നമുക്ക് യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്ത്യ ഒരു എമർജിംഗ് മാർക്കറ്റാണ്, ഡെവലപ്പിംഗ് എക്കണോമിയാണ്. നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഇക്വിറ്റി വഴി നമുക്ക് ആവശ്യമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സെന്റർ, ക്ലൗഡ്, ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ്, ഗ്രീൻ എനർജി, സ്പേസ് ടെക്നോളജി, എയറോസ്പേസ്, ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ പൈസ ആവശ്യമുണ്ടെന്നിരിക്കെ ആൾക്കാർ അതിലേക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനുടെ മണി നമുക്ക് വലിയ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ NVIDIAയുടെ CEO പറയുന്നത് മാൻകൈൻഡ് കണ്ട ഏറ്റവും വലിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഡേറ്റാ സെന്ററിലും നടക്കാൻ പോകുന്നത് എന്നുള്ള. ഇന്ത്യ അതിൽ ഉയർന്നു വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഫോറിൻ ക്യാപിറ്റലിന്റെ ആവശ്യമുള്ളപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഒരു ഹിൻഡ്രൻസ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് കാരണം തന്നെ പലരും പറയുന്നത് വെച്ചാൽ ഫോറിൻ ക്യാപിറ്റൽ പുതിയതായിട്ട് വരുന്നില്ല എന്നുള്ള മാത്രമല്ല, ഇന്ത്യയിലെ FIIസും FPIസും അവരെന്ത് കാരണം കൊണ്ടോ സെല്ല് ചെയ്യട്ടെ, അതായത് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് മറ്റുള്ള രാജ്യങ്ങളിലുണ്ട്, ഇന്ത്യയുടെ മാർക്കറ്റ് ഓവർ വാല്യൂഡാണ്, എന്ത് റീസൺ ആയിക്കോട്ടെ, അവർ സെല്ല് ചെയ്യുകയും കൂടെ ചെയ്ത് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും അത്രയ്ക്ക് മാത്രം പൈസ ഔട്ട്ഫ്ലോ ഉണ്ടാവുന്നു, നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു, നമ്മുടെ കറൻസി വീക്കൻ ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇന്ത്യ പാലിക്കുന്ന ടാക്സ് റെജീം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടാക്സ് റൂളേഴ്സ് അനുസരിച്ച് നമ്മളിവിടെ ചെയ്യുന്നത് FIIsന് സോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ടാക്സാഷൻ ആണ്. അതായത് സോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ടാക്സാഷൻ എന്ന് പറഞ്ഞാൽ OECD കൺട്രീസ്, അതായത് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് കൺട്രീസ് എല്ലാം ചെയ്യുന്നത് എന്താ, നമ്മൾ ഏതെങ്കിലും രാജ്യത്തിൽ പോയി അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെ നമുക്ക് എന്തെങ്കിലും ഗെയിൻസ് കിട്ടിയാൽ ആ സോഴ്സിൽ ടാക്സ് ചെയ്യില്ല. പകരം നമ്മൾ എവിടത്തെയാണോ റെസിഡൻസി ഉള്ളത് ആ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലാണ് ചെയ്യുന്നത്. അതാണ് സാധാരണ OECD കൺട്രീസിൽ ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യ ചെയ്യുന്നത് അങ്ങനെയല്ല. ഇന്ത്യ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോഴ്സിൽ തന്നെ അവർ ടാക്സ് എടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ FIIയെ സംബന്ധിച്ച് സോഴ്സിലും ടാക്സ് പേ ചെയ്യണം, തിരിച്ച് നാട്ടിൽ വരുമ്പോൾ അവരുടെ രാജ്യത്തും കൂടെ ഒരു ടാക്സ് വരികയാണെങ്കിൽ, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഇല്ലാത്തൊരു രാജ്യമാണെങ്കിൽ ഡബിൾ ടാക്സേഷന് FII നിർബന്ധമാവുന്നു. അവർക്കത് നഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം ഈ വിത്ത്ഹോൾഡിംഗ് ടാക്സ് ആണ്. അതായത് FIIസിന്റെ പൈസ ഇവിടെ ഗെയിൻ ചെയ്യുന്നത് ഇവിടെ വിത്തൾഡ് ചെയ്ത് വയ്ക്കുന്നു ഗവൺമെന്റ് എന്നുള്ളത് ഒരു ആക്ഷേപം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ പൈസ അങ്ങോട്ടേക്ക് പെട്ടെന്ന് റിപ്പാട്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും പ്രോബ്ലം. മൂന്നാമത്തെ ഒരു പ്രശ്നം FIIയെ സംബന്ധിച്ച് എന്താ, അവർ 2020 സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ $75 ആണെന്ന് വിചാരിക്കാം. എന്നാൽ 5 കൊല്ലത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇവർക്ക് ഒരു കാശും ഉണ്ടായില്ല. ബട്ട് 2025 ആയപ്പോഴത്തേക്കും $75 90 ആയി. അപ്പൊ അവരത് വിറ്റിട്ട് തിരിച്ചെടുക്കുമ്പോൾ അവർക്കൊരു പ്രോഫിറ്റ് ഉണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയതല്ല, കറൻസി അപ്രീസിയേഷനിലാണ് കിട്ടിയത്. അതാണെങ്കിലോ നമ്മുടെ രാജ്യത്തിന്റെ കുഴപ്പം കൊണ്ട് കറൻസി അപ്രീഷിയേറ്റ് ചെയ്ത കാരണം അവരുടെ ആ ഗെയിനെയും ക്യാപിറ്റൽ ഗെയിൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ് അതിനകത്തുള്ള വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് കറൻസി ലോസ് പെയിനും കൂടെ അവർക്കുണ്ട് എന്നുള്ളതാണ്. ഇതിനെയൊക്കെ എല്ലാം കൂടെ 12.5% കൂടെ ടാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു FIIയെ സംബന്ധിച്ച് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യും, 12.5% ക്യാപിറ്റൽ ഗെയിൻസും കൂടെ പേ ചെയ്യുമ്പോൾ എത്രത്തോളം റിട്ടേൺ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കണം. ഇന്ത്യൻ മാർക്കറ്റിന്റെ ഓവർ വാല്യൂഷൻ കാരണം അത്രയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അതിനേക്കാളും ബെറ്റർ ഓപ്പർച്യൂണിറ്റി വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൈസ അവർ വലിച്ചുകൊണ്ട് പോകില്ലേ. ആൻഡ് ദിസ് വിൽ പുട്ട് പ്രഷർ ഓൺ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യും, ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വരികയും ചെയ്യും എന്നുള്ളതാണ്. നമുക്കറിയാലോ, ഞാൻ ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇന്നലെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ എക്കണോമിക് സർവേ 2026-27 അവതരിപ്പിച്ചോ വളരെ അന്തസ്സോടുകൂടിയാണ് എക്കണോമിക് സർവേ പറയുന്നത്. അതായത് നിങ്ങൾ അറിഞ്ഞോ, ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇന്ത്യൻ ഇക്വിറ്റീസിന്റെ ഷെയർ ഹോൾഡിംഗ് FIIസിനെ കടന്ന് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയി എന്നുള്ളത് അന്തസ്സായിട്ടാണ് പറയുന്നത്. അതായത് കൂടുതൽ ആൾക്കാർ മാർക്കറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ മൈറ്റ് കാണിക്കുന്നു.
നിങ്ങൾക്ക് അറിയോ എന്നുള്ള രീതിയിലാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം ക്രോസ്ഡ് FIIs ഇൻ ഇന്ത്യൻ ഇക്വിറ്റി ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രയായി 18.3 ആയിട്ട് ഉയർന്നപ്പോൾ FIIസിന്റെ ഷെയർ ഹോൾഡിംഗ് 16.7% ആയിട്ട് താഴ്ന്നു എന്നുള്ളത് നമ്മുടെ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ അന്തസ്സായിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ളത് ആലോചിക്കുന്നില്ല. എങ്ങനെയാണ് വന്നത്? നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ സിസ്റ്റത്തിനോട് വിശ്വാസം വന്നപ്പോൾ നമ്മൾ ഒരുപാട് പേര് പോയി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. അത് നമ്മൾ റീറ്റെയിലേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക മാത്രമല്ല മ്യൂച്വൽ ഫണ്ട് വഴിയും SIPയും കൊടുത്ത് നമ്മൾ കാശ് കൊടുത്തു. മ്യൂച്വൽ ഫണ്ട് എന്ത് ചെയ്തു? നമ്മുടെ മാർക്കറ്റിൽ മറ്റുള്ള ആൾക്കാർക്ക് എക്സിറ്റ് ക്യാപിറ്റൽ കൊടുത്തു. ആർക്കൊക്കെ എക്സിറ്റ് ക്യാപിറ്റൽ കൊടുത്തു? FIIസിന് ഏതാണ്ട് 1,60,60,000 കോടി സെല് ചെയ്യാനായിട്ടുള്ള എക്സിറ്റ് ക്യാപിറ്റൽ കൊടുത്തു. രണ്ടാമത് നമ്മുടെ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ്, എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സ് സെക്കൻഡറി മാർക്കറ്റിൽ വിറ്റത് ഏതാണ്ട് 1.1 lakh crore ആണ്. അത് അബ്സോർബ് ചെയ്തു. മൂന്നാമത് IPOയിൽ വന്നപ്പോൾ ഈ OFS ഉണ്ടല്ലോ, ഓഫർ ഫോർ സെയിൽ വഴി 1.1 lakh crore അപ്പുറത്തെ എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സ് വിറ്റത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്ത് മേടിച്ചിട്ട് അവർക്ക് നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനും ഹയർ വാല്യുവേഷനിൽ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാശ് ഉപയോഗിച്ചതിനാണ് ഈ എക്കണോമിക് സർവേയിൽ ഇത്ര അന്തസ്സോടുകൂടി എഴുതിയിരിക്കുന്നത് എന്നുള്ളത് വളരെ പരിതാപകരമായിട്ടുള്ള കാര്യത്താണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ FIIസിന്റെ കാര്യമൊക്കെ പോട്ടെ, ഞാൻ ഈ പറയുന്നത് ഗവൺമെന്റ് ഇതിനെ പറയുന്ന ഒരു കാര്യം പറയും. നിർമ്മലാ സീതാരാമൻ ഇതിനെ പറയുന്നത് വെച്ചാൽ എഫേർട്ട് ഇല്ലാതെ എടുക്കുന്ന പൈസ. ഇപ്പൊ ഈ എഫേർട്ട് ഇല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, എഫേർട്ട് ഇല്ലാതെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നിർമ്മലാ സീതാരാമൻ ഇതിന് മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കും, ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത് ഈ ഓഫ് കോഴ്സ് പറയുമ്പോൾ നമ്മൾ നല്ലത് പറയണമല്ലോ, GST റെജീം ഈ ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നത്, യാതൊരു സംശയമില്ല. ഇൻകം ടാക്സ് റേറ്റ് കട്ട് 2.5-3 ലക്ഷത്തിൽ കടന്ന സാധനം 12 ലക്ഷം ആക്കിയതും ഈ ഗവൺമെന്റ് തന്നെയാണ്, നമ്മൾ സമ്മതിക്കുന്നു. കോർപ്പറേറ്റ് ടാക്സ് 30% 25% ആക്കിയതും ഈ ഗവൺമെന്റ്. ബട്ട് ക്യാപിറ്റൽ ഗെയിൻസിന്റെ കാര്യത്തിൽ എസ്പെഷ്യലി ഇൻ എ ഡെവലപ്പിംഗ് എക്കണോമി, അത് മാത്രമല്ല ഇവിടെ ഒരു ആവറേജ് മിഡിൽ ക്ലാസിന്റെ പൈസ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ FIIസിന്റെ FPIസിന്റെ ക്യാപിറ്റൽ വേണം എന്നിരിക്കെ, എക്സ്പാൻഷൻ വേണം എന്നിരിക്കെ അതിനെ ഏറ്റവും കൂടുതൽ ടാക്സ് ചെയ്തിട്ട് അതിനെ അവർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എഫേർട്ട് ഇല്ലാതെ ഉണ്ടാക്കിയ പൈസ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോണിമെന്റൽ ഡിസാസ്റ്റർ ഫ്രം ദ ഫിനാൻസ് മിനിസ്റ്റർ ആസ് വെൽ ആസ് ദിസ് ഗവൺമെന്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ക്യാപിറ്റൽ ഗെയിൻസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നടക്കൂ, എന്റെ പേടി ഈ 12% നിന്ന് 15 ആക്കുമെന്നാണ്. നാട്ടുകാർ ചോദിക്കുന്നത് അത് എടുത്തു കളയുമെന്നാണ്. എന്റെ പേടി അത് ചെയ്യുമെന്നാണ്. കാര്യം ഈ ഗവൺമെന്റ് അതിനെ കാണുന്നത് സാധാരണ രീതിയിലല്ല എന്നുള്ളതാണ്, ഏതോ ഒരു വലിയ രീതിയിൽ ഗാംബ്ലിംഗ് ആയിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റും എത്തുന്നില്ല, അതുകൊണ്ട് അവർക്ക് ഇക്വിറ്റി സെല് ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ ആരും ഗുണം ചെയ്യേണ്ട എന്നാണോ അവർ വിശ്വസിക്കുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് മാത്രം ജീവിച്ചാൽ മതി എന്നാണോ നിർമ്മലാ സീതാരാമൻ വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ബട്ട് ദിസ് ഹാസ് ബീൻ എ ബിഗ് ഫെയിലുവർ ഫ്രം ദ ഗവൺമെന്റ് ആസ് ഫാർ ആസ് ദിസ് ഇസ് കൺസേൺ. ബട്ട് ഹാവിംഗ് സെഡ് ദാറ്റ്, ജസ്റ്റ് നമ്മൾ ലൈവ് അപ്ഡേറ്റിൽ നമ്മൾ പ്രദീപ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം, ഇന്ത്യൻ മാർക്കറ്റ് വീഴുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണോ? പലരും പറയുന്നു അതാണെന്ന്, പക്ഷേ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം അങ്ങനെയാണെങ്കിൽ കാര്യം രണ്ട് കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് FIIs സെല് ചെയ്യുന്ന ഒരു കാര്യം. ഒന്നെന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിലെ പല കമ്പനീസിനും ഓവർ വാല്യുവേഷൻ ആണ്. അവർക്ക് വേറെ പല സ്ഥലത്തും, അതായത് ഗ്ലോബൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം നിൽക്കേണ്ട ക്യാപിറ്റൽ അല്ല, ലോകത്ത് എവിടെ വേണമെങ്കിലും പോകാം. അവർക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ അതിൻ്റെതായ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത രാഷ്ട്രത്തിൽ അവർ വിറ്റിട്ട് പോവുക എന്നുള്ളത് സർവ്വസാധാരണം തന്നെയാണ്. രണ്ടാമത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്, ചേഞ്ചിങ് AI സിസ്റ്റത്തിൽ നമ്മുടെ കമ്പനീസ് ഈ ഡിസ്റപ്റ്റീവ് എൻവയോൺമെന്റിൽ ഒരു ഇന്നോവേഷനും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതും അവരെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമില്ല. അത് കാരണം തന്നെയാണ് അവർ സെല് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്യാപിറ്റൽ ഗെയിൻസിനേക്കാൾ ക്യാപിറ്റൽ ഗെയിൻസ് കാരണമായേക്കാം, ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇന്ത്യ ഈ ഓപ്പർച്യൂണിറ്റി വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കാര്യം ക്യാപിറ്റൽ ഗെയിൻസ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ 2022 ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടായിരുന്നല്ലോ, 2023 ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഇത്രയും FII ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ വന്നു? നമ്മൾ എങ്ങനെ വന്നു? നമുക്ക് കംപ്ലൈന്റ് ഇല്ലായിരുന്നല്ലോ. നമുക്ക് ക്യാപിറ്റൽ ഗെയിൻസ് കാര്യത്തിനെ കുറിച്ച് ഒരു കംപ്ലൈന്റും ഇല്ല. കാര്യം നമ്മൾ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, പൈസ ഉണ്ടാക്കാതിരുന്നപ്പോഴാണ് നമുക്ക് ഈ പ്രോബ്ലം ആയിട്ട് വന്നതെന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കളയും. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഈ പറയുന്ന പോലെ എത്രയോ 100-ൽ പരം സ്റ്റോക്കുകൾ 30%, 60%, 50%, 100% തന്നില്ലേ? അതിനകത്തൊക്കെ FIIs ഇല്ലേ? അവർക്ക് അവിടെ ക്യാപിറ്റൽ ഗെയിൻസിന് ഇഷ്യൂ ഇല്ലേ? നമ്മുടെ കയ്യിലിരിക്കുന്ന ഷെയർ താഴെ പോകുമ്പോഴും സെല് ചെയ്യുമ്പോഴും മാത്രമേ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ഇഷ്യൂ ഉള്ളൂ. അവർ അവിടെ ഉണ്ടാക്കുന്ന കാശിന് ക്യാപിറ്റൽ ഗെയിൻസ് ഇല്ലേ? അത് മാത്രമല്ല, ആർക്കാണ് ഈ ഇഷ്യൂ വന്നേക്കുന്നത്? ഷോർട്ട് ടേം FIIs, ഹെഡ്ജ് ഫണ്ട്സ്, ETF മണി. ലോങ് ഓൺലി FIIസിന് ഒരു പ്രോബ്ലം ക്യാപിറ്റൽ ഗെയിൻസിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ബട്ട് ഹാവിംഗ് സെഡ് ദാറ്റ്,
ഇന്ത്യൻ മാർക്കറ്റ് വീണത് ഈ പറയുന്ന പോലെ ഇന്ത്യൻ മാർക്കറ്റിന്റെ തന്നെ പ്രോബ്ലം ആയിട്ടുള്ള ഓവർ വാല്യുവേഷനും നമ്മുടെ പൈസ ഉപയോഗിച്ച് ഈ മ്യൂച്വൽ ഫണ്ട്സ് കയറി ബൈ ചെയ്തിട്ട് സ്റ്റോക്കുകളെ മേടിച്ച് ഒരു സ്റ്റോക്കിനെയും താഴെ വീഴാൻ സമ്മതിച്ചില്ല എന്നുള്ള, അതായത് ഇന്ത്യൻ മാർക്കറ്റിനെ ആർട്ടിഫിഷ്യലി ആയിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ചെയ്തിരിക്കുന്നത്. അതിന് ഉത്തരവാദി നമ്മളാണ് പൈസ കൊടുത്തത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഓവർ വാല്യൂട്ടുള്ള സ്റ്റോക്കുകളൊക്കെ എന്നേ താഴെ വീണനെ, പെട്ടെന്ന് താഴെ വീണിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി വന്നിട്ട് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യണേ. ഇത് താഴെ വീരത്ത് നമ്മളൊരു മലയാളത്തിൽ ചൊല്ലുണ്ട്, ചാവുകയില്ല കട്ടിൽ ഒഴിയുകയില്ല, താഴോട്ടും വരില്ല. കാര്യം വെച്ചാൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസം ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കാത്തതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഒരു ടൈം കറക്ഷനാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്നത് എന്നുള്ളത് യാതൊരു ഡൗട്ടും ഇല്ലാത്ത കാര്യം. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ എന്ന് SIPs നിൽക്കുന്നു, മാർക്കറ്റ് ഇതിനേക്കാളും കൂടുതൽ വീഴും. പക്ഷേ പെട്ടെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ മാർക്കറ്റ് വിൽ ഫൈൻഡ് ഇറ്റ്സ് റൈറ്റ്ഫുൾ ബോട്ടം, എന്നിട്ട് നമുക്കൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി തരും. ഇത് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോലും ഇവിടെ തരുന്നില്ല എന്നുള്ളതാണ്. സോ ക്യാപിറ്റൽ ഗെയിൻസ് ഇസ് ജസ്റ്റ് വൺ ഓഫ് ദ ഫാക്ടർ. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഓവർ വാല്യുവേഷൻ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുന്നത് സൺഡേ ആയിരിക്കും, ഫെബ്രുവരി 1 രാവിലെ 8-8:30 മുതൽ വൈകുന്നേരം 5 മണി വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പല രീതിയിലുള്ള എക്സ്പെർട്ട് അനാലിസിസും ഡിസ്കഷനും കമന്ററിയുമായിട്ട് ഫുൾ ഡേ ബഡ്ജറ്റ് ലൈവ് നിങ്ങളുടെ മൈഫിനിൽ കാണാം. ആ ഷോ ആണ് ബിഗ് ബി. ഓവർ ടു യു വിഷ്ണു. സാർ, എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഞായറാഴ്ച ബഡ്ജറ്റ് വരികയാണ്. മൈഫിന് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഏതായാലും രാവിലെ അന്നത്തെ ദിവസം 8 മണി മുതൽ നമ്മൾ തത്സമയം നമ്മുടെ ഷോകൾ ആരംഭിക്കുന്നതാണ്. വൈകുന്നേരം വരെ നമുക്ക് ആ ഒരു ഷോ ഉണ്ടാവും. മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ ഒക്കെ തത്സമയ അപ്ഡേറ്റ്സുകൾ ലഭ്യമായിരിക്കും. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളതാണ്. അപ്പോൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. അപ്പോൾ രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ളവരുടെയൊക്കെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. ഏതായാലും ഈ ഷോ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മുടെ റിസർച്ച് ടീം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത മണിക്കൂറിലൊക്കെ ജോയിൻ ചെയ്തതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം. Opening hours with MyFin.